ഹലോ നമസ്കാരം. വെൽക്കം ടു ദ ചാനൽ. ആദ്യം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണാനുണ്ടായിരുന്നു. ഈ വീഡിയോ കാണാൻ തീരുമാനിച്ചതിൽ അതിന് ഒരുപാട് നന്ദി. അത് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം. അപ്പം നമ്മളെല്ലാവരും തന്നെ നഴ്സറികളിൽ നിന്ന് ഒരുപാട് ചെടികൾ മേടിക്കാറുണ്ട്. പക്ഷെ ഇത് 100% മിക്കവാറും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റാറില്ല. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ ചെടികൾ ഇതുപോലെ കരിഞ്ഞു പോകാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇതെങ്ങനെ കരിഞ്ഞു പോകാതെ നമുക്ക് രക്ഷിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഈ കാണുന്നതും ഒരു റോസാ ചെടിയാണ്, ഈ കാണുന്നതും ഒരു റോസാ ചെടിയാണ്. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതുവരെ ഇതിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് നട്ടിട്ടില്ല. അതേസമയം ഈ ചെടി വന്നപ്പോൾ ഉടനെ തന്നെ ഞാനിത് പാക്കറ്റ് പൊട്ടിച്ച് നട്ടു. നമ്മളെല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് അല്ലേ? അത് മാത്രമല്ല, ഇതിൽ വേറൊരു മിസ്റ്റേക്കും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഞാനത് അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ മുട്ട് ഞാൻ കളഞ്ഞിട്ടില്ല. ആ മുട്ട അതുപോലെ നിലനിർത്തിയിട്ടാണ് ഞാൻ ഈ ചെടി നട്ടത്. അപ്പോൾ എന്താ പറ്റിയേ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഈ പ്ലാന്റിൻ്റെ ആ മണ്ണ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണമാണ് ഈ ചെടി കരിഞ്ഞു പോയത്. ഞാൻ ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്, അത് കാര്യമായിട്ട് നോക്കണ്ട, കാരണം നിലത്താണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ പ്ലാന്റ് നോക്കിയാൽ ഇതിൻ്റെ മണ്ണ് നമുക്ക് കാണാം. ഈ മണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ണിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ചെടി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഒരു പാത്രത്തിലേക്ക് നടരുത്. ഇതിൻ്റെ കാരണം എൻ്റെ ഒരു ബയോളജിക്കൽ റീസൺ പറയാം. നമ്മളും കല്യാണം കഴിച്ച് സാധാരണ വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ് ആയി പോകാറുണ്ട് അല്ലേ? നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് പ്ലാന്റുകൾക്കും. ഒരു ചെടി നമ്മൾ മേടിച്ചു കൊണ്ട് വരുമ്പോൾ അത് വളരുന്ന ഒരു എൻവയൺമെൻറ്റിൽ നിന്ന് അതിന് കിട്ടിയിരുന്ന ന്യൂട്രീഷ്യൻസും അതിന് കിട്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ പ്ലാന്റും സ്ട്രെസ് അനുഭവിക്കും. ആ സ്ട്രെസ്സ് കാരണമാണ് പ്ലാന്റുകൾ ഏറ്റവും കൂടുതൽ നശിച്ചു പോകുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളാണ്. നമ്മൾ മിക്കവാറും പൂക്കൾ കണ്ടിട്ട് ഒടിഞ്ഞു പോയി, പൂക്കൾ കണ്ടിട്ടാണല്ലോ ചെടി മേടിക്കാറ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വരുമ്പോൾ ആ പൂവിൻ്റെ മുട്ട് അതെല്ലാം തന്നെ നമ്മൾ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈ പൂവിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ചെടിക്ക് അതിനുണ്ടാവാവുന്ന എല്ലാ എനർജിയും എടുത്തിട്ടാണ് ഒരു പൂവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് കിട്ടുന്ന എല്ലാ ന്യൂട്രീഷ്യൻസും ആ പൂവിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ചെടി നടുമ്പോൾ പൂവ് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ ചെടി അതിൻ്റെ ന്യൂട്രീഷ്യൻസ് എല്ലാം പൂവിന് കൊടുക്കുമ്പോൾ ചെടി കരിഞ്ഞു പോകും. കാരണം ഒന്നാമത്തെ അത് സ്ട്രെസ്സിലാണ്. അതിന് കിട്ടേണ്ട എൻവയൺമെൻറ്റിൽ നിന്ന് നമ്മൾ മാറ്റി, അതിൻ്റെ മണ്ണിൽ നിന്നും നമ്മൾ മാറ്റി, ഇതിനൊക്കെ മുകളിൽ നമ്മൾ അതിനെ കൊണ്ട് ആ പൂവ് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാ എനർജിയും അവിടേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടിയുടെ സ്ട്രെസ്സ് കൂടി ആ ചെടി കരിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ നമ്മൾ നശിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മളൊരു ചെടി, ഇതുപോലൊരു ചെടി കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാൽ, നഴ്സറിയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇതിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് വേണം നമ്മൾ ആദ്യം നോക്കാൻ. അപ്പോൾ എല്ലാ ഇലകളും നമ്മൾ നോക്കുക. എന്തെങ്കിലും അസുഖങ്ങളോ പെസ്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക, ക്വാറൻറ്റൈൻ ചെയ്യുക. അപ്പോൾ ഇനി ആ വാക്ക് ഉപയോഗിക്കാമല്ലോ. ക്വാറൻറ്റൈൻ ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ ഇതിനാവശ്യമുള്ള മരുന്നുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യണം. രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പലരും നോക്കാത്തത് ഇതിൻ്റെ ഈ മണ്ണാണ്. ഭൂരിഭാഗം നഴ്സറിയിലും ചുവന്ന മണ്ണാണ് അവർ ഉപയോഗിക്കുക. ഇതും നമ്മൾ നോക്കിയാൽ കാണാം, ഇത് ശരിക്കും കല്ല് പോലെയാണ് ഇരിക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മണ്ണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നനഞ്ഞിരുന്നിട്ടില്ല എങ്കിൽ ഇത് കരിങ്കല്ല് പോലെ ആവുകയും അങ്ങനെ തന്നെ റൂട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇത് നനച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് കൊക്കോപീറ്റ് ഇതിൻ്റെ കടയിലിട്ടാൽ മതി. നമ്മുടെ ചകിരിച്ചോറ് കടയിലിട്ടിരുന്നാൽ മതി. എന്നിട്ട് ഒരു ദിവസത്തിൽ ഒരു നേരം വെച്ചിട്ട് നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ചെടി മേടിക്കുമ്പോൾ തന്നെ അത് ഏതൊരു എൻവയൺമെൻറ്റിൽ നിന്നാണ് നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിക്കുക. അവരോട് ആദ്യം ചോദിക്കുക ഇത് എന്ന് വന്ന സ്റ്റോക്കാണെന്ന് ചോദിക്കുക. അന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി മേടിക്കാതിരിക്കുക. അന്നല്ല, കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെവിടെ നിൽക്കുന്നത് നോക്കാം. അപ്പോൾ മിക്കവാറും എല്ലാ നഴ്സറികളിലും ഇതുപോലെ ഒരു പച്ച ഷീറ്റിൻ്റെ അടിയിലായിരിക്കും അവരെല്ലാ ചെടികളും വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികം വെയിലില്ലാത്ത ഒരു ഷീറ്റിൻ്റെ അടിയിലേക്ക് നമ്മൾ ചെടികൾ മാറ്റുക.
അതിന് നമ്മൾ ഏത് എൻവയൺമെൻറ്റിൽ നിന്നാണോ എടുത്ത് ആ ഒരു എൻവയൺമെൻറ്റ് കുറച്ചൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ട് ഇതിനെ നനച്ചു കൊടുക്കുക. നഴ്സറികൾ മിക്കവാറും 2 നേരം വെച്ച് അവരെല്ലാ റോസും കലാത്തിയ പോലുള്ള ചെടികളും സ്പ്രേ ചെയ്യുകയോ നനച്ചു കൊടുക്കുകയോ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് പതുക്കെ നമ്മൾ ഈ ചെടിയുടെ കട നോക്കുക. അപ്പോൾ കട നോക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിലെ പുട്ടുകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞു കഴിയുമ്പോൾ പതുക്കെ ഇതിൽ പുതിയ നാമ്പുകൾ ഉണ്ടായി തുടങ്ങും. ഇതിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, പുതിയ മുള ഉണ്ടായി തുടങ്ങും. പുതിയ മുള ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് സെറ്റായി വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ചെയ്യാവുന്ന അടുത്ത കാര്യം, നമുക്ക് ചെടി പതുക്കെ റീപോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇത് എൻ്റെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായി. 3ാമത്തെ ആഴ്ചയാണ് ഇതിന് പുതിയ ഒരു മുള വന്നത്. ഇനി ഞാനിത് മാറ്റി നടും. അവിടെ തന്നെ എവിടെയാണോ ഞാൻ ഈ ചെടി വെച്ചിരുന്നത് അവിടെ തന്നെ വെച്ച് ഞാൻ ഈ സാധനം മാറ്റും. എനിക്ക് ഈ മണ്ണ് വേണ്ട, ബിക്കോസ് ഈ മണ്ണ് കല്ല് പോലെ ആകും. അപ്പോൾ കുറേയൊക്കെ ഇളക്കി ഇതിൻ്റെ റൂട്ട് ഒരു പ്രശ്നമൊന്നും വരാത്ത രീതിയിൽ, എന്നാൽ ഇതിൻ്റെ കുറച്ച് മണ്ണും കൂടി കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഈ ചെടി മാറ്റി വേറൊരു ചട്ടിയിലേക്ക് നടുക. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ആദ്യം തന്നെ വരുമ്പോൾ പെസ്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. രണ്ടാമത് മണ്ണ് ഏതാന്ന് നോക്കുക. മിക്കവാറും ചുവന്ന മണ്ണായിരിക്കും, ഇതുപോലെ കല്ല് പോലെ ആവുന്ന മണ്ണായിരിക്കും. 4ാമത് പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുറിച്ച് മാറ്റുക. 4ാമത് ഇതിനെ മാറ്റി പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ്, നമുക്ക് എങ്ങനെയാണോ നഴ്സറിയിൽ നിന്ന് കിട്ടിയത് അങ്ങനെ ഒരു ഷെയ്ഡിൽ വെച്ചിട്ടാണ് അവർ വെച്ചിരുന്നെങ്കിൽ ഒരു ഷെയ്ഡിലേക്ക് മാറ്റുക. നല്ലതൊരു ഷെയ്ഡിൽ വെക്കുന്നത് തന്നെയാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ. എന്നിട്ട് ഷെയ്ഡിലേക്ക് വെച്ചതിന് ശേഷം പുതിയ മുള ഉണ്ടാവുന്നത് വരെ, അത് ഒരു 3 ആഴ്ച കൊണ്ട് ഉണ്ടാവുമെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഉണ്ടാവട്ടെ, 1 മാസം എടുക്കുമെങ്കിൽ 1 മാസം അത് അവിടെ ഇരുന്ന് നമ്മുടെ ഒരു ഇതുമായിട്ട് ഒന്ന് അഡ്ജസ്റ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിന് ശേഷം മാത്രം, ഇപ്പം ഇത് കണ്ടോ, ഈ ഭാഗം കരിഞ്ഞു പോയി, ഇതെനിക്കൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് മാറ്റി നടാം. നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട് ശരിയായി. അപ്പോൾ നമ്മൾ പതുക്കെ ഒരു ചെടീനെ നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ട്, നമ്മളുടെ പരിസരമായിട്ട് ഇണക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി നടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒട്ടുമിക്ക എല്ലാ ചെടികളും തന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും കൂടാതെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഏത് ചട്ടിയിലേക്ക് നടുന്നത് എന്ന് നോക്കാം. ഇത് നോക്കിയാൽ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇടത്തരം മീഡിയം സൈസുള്ളൊരു പാക്കറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും മാക്സിമം ഈ ഒരു വലിപ്പമുള്ള ചട്ടി കൂട്ടിൽ വലുതെടുക്കരുത്. ഇതും വലുതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ ചട്ടിയിലേക്ക് നടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചെടി ഒരുപാട് വലിയ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകും. കാരണം അതിനകത്ത് വെള്ളം എപ്പോഴും കെട്ടി നിൽക്കുന്നത് വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുള്ള ചട്ടിയുടെ വലിപ്പം നോക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോ ബാഗിൻ്റെ വലിപ്പം നോക്കുക. അതിനേക്കാളും മാക്സിമം ഒരു 2 സൈസ് വലിയ ചട്ടിയിലേക്ക് നട്ടാൽ മതി. ഇത്രയും വലിയ ചട്ടിയിലൊക്കെ നട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചെടി സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ ഇതിൽ മണ്ണ് വളരെ കുറച്ചിട്ട്, നമ്മൾ വലിയ ചട്ടിയേ ഉള്ളൂ എങ്കിൽ മണ്ണ് വളരെ കുറച്ചിട്ട് ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് നട്ടാലും വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ ചെടികൾ ചീത്തയായി പോകുന്നത് റൂട്ട് നശിച്ചു പോകുന്നതാണ് നമ്മുടെ ചെടികളിൽ. അപ്പോൾ ഇങ്ങനത്തെ പോട്ടിൽ വരുന്ന ചെടികളുണ്ട്, ടിഷ്യൂ ചെയ്ത് വരുന്ന ചെടികളാണ് ഭൂരിഭാഗവും ഇങ്ങനെ വരുന്ന ചെടികൾ. ഇത് മിക്കവാറും പെർലൈറ്റും വെള്ളത്തിലും പിന്നെ മറ്റു കുറച്ച് സാധനങ്ങളിലും വളർന്നു വരുന്ന ചെടിയാണ്. ഇത് വെള്ളത്തിൽ വളർന്നു വരുന്ന ചെടികളായിരിക്കും. ഇങ്ങനെ വരുന്ന ചെടികളാണെങ്കിൽ അതപ്പോൾ തന്നെ മണ്ണിലേക്ക് നടാതിരിക്കുക. ചെറിയ പോട്ടുകളിൽ പെർലൈറ്റ് മാത്രം ഇട്ട് ഇതിന് കുറച്ച് നാളൊന്ന് വളർത്തി കുറച്ചുകൂടി വലുതായതിനു ശേഷം മാത്രം ഇതിനെ സാധാരണ പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റിയാൽ മതി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പോട്ടിംഗ് മിക്സ് വളരെ ശ്രദ്ധിച്ചു മാത്രം എടുക്കേണ്ട, അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ചു മാത്രം ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ചെടിയുടെ ഏത് ടൈപ്പാണ് നമ്മുടെ ചെടി നോക്കുക. ഇപ്പോൾ റോസ് ആണെങ്കിൽ കുറച്ച് ഈർപ്പം ആഗ്രഹിക്കുന്നതാണ്. അപ്പം മണ്ണും പയറും മാത്രം മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റോസുകൾ നടാം. പിന്നെ മാക്സിമം ചെടി നടുമ്പോൾ തന്നെ ഒരുപാട് വളം ചേർക്കാതിരിക്കുക. കാരണം ചെടി ആദ്യം നമ്മുടെ ഒരു
നമ്മുടെ ഒരു അന്തരീക്ഷവുമായി വളരെയധികം ഇണങ്ങി ചേർന്നതിന് ശേഷം മാത്രമേ വളവുമായാലും അതൊക്കെ അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ വളം മണ്ണിൽ മിക്സ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എപ്പോഴും പിന്നീട് ചെടി ഒന്ന് വളർന്നു വന്നതിന് ശേഷം വളം നമുക്ക് പിന്നീട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം. അതുപോലെ പോട്ടിംഗ് മിക്സ് ശ്രദ്ധിക്കാം. നമ്മുടെ ചെടിയുടെ ടൈപ്പ് ഏതാണെന്ന് നോക്കാം. അതനുസരിച്ചൊരു ചട്ടിയും അതനുസരിച്ചുള്ളൊരു പോട്ടിംഗ് മിക്സ് മാത്രം എടുക്കാം. അത് വരുമ്പോൾ ചെടികളുടെ ഭൂരിഭാഗവും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. പിന്നെ ചെടി ഏത് ടൈപ്പ് ചെടിയാണെന്നും എങ്ങനെയാണ് അതിന് വെള്ളം ഒഴിക്കുന്നത്, വെള്ളം ഒഴിക്കുന്നത്, നഴ്സറിയിൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നതെന്നും ഒന്ന് ചോദിച്ചു വയ്ക്കാം. പിന്നെ അടുത്തൊരു കൺസേൺ എല്ലാവരും പറയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൺലൈനാണ് ചെടി മേടിക്കുന്നത്. അപ്പോൾ പോട്ടിംഗ് മിക്സ് ഒന്നുമില്ല, കുറച്ച് പോട്ടിംഗ് മിക്സിലാണ് എല്ലാം കൂടി വരുന്നത് എന്നാണ്. അപ്പോൾ ഞാനും ഓൺലൈനിൽ ചെടികൾ മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, പ്ലാന്റിൻ്റെ സ്ട്രെസ് ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് വെള്ളത്തിൽ ഇറക്കി വയ്ക്കും. വെള്ളത്തിൽ കുറച്ച് നേരം ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ചെടിക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അതൊന്ന് പ്രൂൺ ചെയ്യും. പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും മുട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് ഒരു ചെറിയൊരു ചട്ടിയിൽ വളരെ കുറച്ച് മാത്രം മണ്ണിട്ട് കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തതിന് ശേഷം ഞാനത് നട്ട് അതൊരു ഹൈറ്റ് ആയതിനു ശേഷം നമുക്ക് ഏത് ഭാഗത്തേക്കാണ് നയിക്കുന്നത് അതൊരു ഷെയ്ഡിലായിരിക്കും മിക്കവാറും ഞാൻ വയ്ക്കുക. എന്നിട്ട് അതിന് ഏത് രീതിയിലുള്ള വെയിലാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് മാറ്റും. സക്കുലൻറ്റുകളൊക്കെയാണ് നമ്മൾ ഓൺലൈൻ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഗൈഡ് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കും. ഇപ്പം എൻ്റെ കയ്യിൽ സപ്ലിമെൻറ്റ്സ് ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാനതെന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ക്വയറിൽ മാത്രമാണ് നമ്മൾ ഷിപ്പ് ചെയ്യുക. പിറ്റത്തെ ദിവസം തന്നെ അത് നിങ്ങൾ നട്ടോളൂ എന്ന് പറയും. കാരണം സക്കുലൻ്റ്, കാക്ടസ് പോലുള്ള ചെടികൾ സ്ട്രെസ്സ് കുറേ കൂടി നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ചെടികളാണ്. റോസ്, കലാത്തിയ, ബെഗോണിയാസും നന്നായിട്ട് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നൊരു ചെടിയാണ്. കലാത്തിയകൾ, ആഗ്ലോണിമകളൊക്കെയാണ് കുറച്ച് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ചെടികൾ. ഇങ്ങനത്തെ ചെടികൾ മേടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പറ്റിയാൽ ഓഫ്ലൈൻ മേടിക്കാം, ഓൺലൈനും മേടിക്കാം. പക്ഷേ ഇതൊന്ന് ശ്രദ്ധിച്ച് നട്ടാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വന്നിട്ടുള്ള എല്ലാ ചെടികളെയും രക്ഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അവിടെ മറുപടി തരും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.